ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഗ്രാനി ഗെയിമിങ്ങിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് പാർട്ട് 2 ആണ് ഗ്രാനി ഗെയിമിങ്. ഇന്നലെ നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരല്ലേ അതൊന്ന് പോയി കാണുക. നമുക്ക് ആദ്യം തന്നെ ഗ്രാനി എവിടുന്ന വരുന്നു നോക്കട്ടോ. അല്ലേ മേലുണ്ട്. ഗ്രാനി വരുന്നുണ്ട്. നമുക്ക് എസ്കേപ്പ് ആവാം കേട്ടോ. ഇന്ന് നമുക്ക് ഗ്രാനിയുടെ എസ്കേപ്പ് ആവാൻ പറ്റുമോ നോക്കാം. എന്നല്ലേ ഗ്രാനി അവിടെ പുറകെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നെങ്കിലും ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം ഗ്രാനിയുടെ കയ്യിൽ നിന്ന്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടണമെന്ന് നോക്കട്ടോ. ഷോർട്ട് ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാനിനെ നമുക്ക് പേടിക്കണ്ട. ഇതുണ്ടല്ലേ, നമുക്ക് ആദ്യം തന്നെ എന്തോ ക്യാനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിതെല്ലാം ഒരു ഭാഗത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തിടാം. എന്നാൽ പിന്നെ നമുക്ക് കളിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഗ്രാനി പോയി നോക്കാം. ഗ്രാനി പോയി തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടെയൊക്കെ ഗ്രാനി ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ടു കേട്ടോ. അത് കണ്ടില്ലേ, ട്രാപ്പുണ്ട്. അപ്പോൾ ഇവിടേക്ക് പോകുന്നത് സേഫ് അല്ല. അവിടെ നിന്ന് നമുക്ക് തൽക്കാലം ഇത് വഴി ഒന്ന് പോവാം. അല്ലേ, നമുക്ക് ഇത് വഴി ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഗ്രാനി ഇവിടേക്ക് വരും. അല്ലേ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഗ്രാനി ഇവിടേക്ക് വരും. ആ സമയം കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് പറ്റാവുന്ന ലൂട്ടുകൾ എടുക്കാം കേട്ടോ. അതായത് സാധനങ്ങൾ നമുക്ക് എടുക്കാം. നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ആദ്യം ഇതിന് മേലേക്ക് കണ്ടില്ലേ ഗൈസ്. ഗൈസ് ഗ്രാനി എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. എന്നല്ലേ, ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. നമുക്കിത് അവിടെ കയറി വിളിക്കാം കേട്ടോ. ഗൈസ് നമ്മൾ ഒളിച്ചു. നമുക്ക് നോക്കി നോക്കാം ഗ്രാനി നമ്മളെ പിടിക്കില്ലെന്ന്. എന്നല്ലേ, ഗ്രാനി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗ്രാനിയുടെ ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നെ ഗൈസ് ഒരുപാട് പേര് ചാനലിൽ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ ഇനിയും ഗെയിമിംഗ് വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. ഇതുണ്ടല്ലേ, ഗ്രാനി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ലൈക്കും അടിക്കുക. ഇതുണ്ടല്ലേ, ഗ്രാനി അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാനി പോണ തകത്തിൽ പോകാം കേട്ടോ. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു പുസ്തകം വയ്ക്കാണ്ട്. നമുക്കപ്പോൾ പുസ്തകമൊക്കെ ഒന്ന് വയ്ക്കണം. ഇതൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി വയ്ക്കാം. ഇതുണ്ടല്ലേ എൻജിൻ പാർട്ട് കിട്ടിയിട്ടോ നമുക്ക്. ഗായ്സ് ഗ്രാനി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ജസ്റ്റ് മിസ്. ഗ്രാനി പിടിക്കുമെന്നറിയില്ല കേട്ടോ. ചിലപ്പോൾ ഗ്രാനി പിടിക്കാൻ പറയാൻ പറ്റില്ല. ഓ ഇല്ല ഗൈസ്, ഗ്രാനി പോയി. കണ്ടില്ലേ, ഗ്രാനി പോയി. ഇതുണ്ടല്ലേ, ഇവിടെ ഷോട്ട്ഗണ്ണിൻ്റെ പാർട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഗായ്സ് ജസ്റ്റ് മിസ്. ഗ്രാനി വീണ്ടും നമ്മുടെ പുറകിലും. ഇത് കണ്ടില്ലേ ഗായ്സ്, നമ്മളെ പിടിക്കാൻ വേണ്ടി ഗ്രാനി അവിടെ ട്രാപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പെടാണ്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കണ്ടില്ലേ ഗൈസ്, ഗ്രാനി ഒരു കളച്ചിലും തിരിച്ച് പോയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം പറ്റാവുന്ന. നമുക്ക് ഗ്രാനിയുടെ കൈപ്പെടാണ്ട് വേണം പോകാൻ. ഗൈസ് വീണ്ടും കണ്ടു. ഇതുണ്ടല്ലേ, നമ്മളവിടെ പോകണ വഴി വീണ്ടും നമ്മളെ കണ്ടു. ഇതുണ്ടല്ലേ, ഗ്രാനി വന്നിട്ടുണ്ട്. ചിലപ്പോൾ പിടിക്കട്ടോ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പിടിക്കും. നോക്കി നോക്കാം.
നമ്മൾ നേരത്തെ ജസ്റ്റ് മിസ്സിനാണ് കേട്ടോ എസ്കേപ്പ് ആയത്. നമുക്ക് നോക്കി നോക്കാം. അല്ല, ഇവിടെ ട്രാപ്പിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗ്രാനൈഡ് നിന്ന്. പൂർണ്ണമായിട്ട് എസ്കേപ്പ് ആയില്ല. നമുക്ക് നോക്കി നോക്കാം. ഇത് നമുക്ക് കാറിൻ്റെ പാർട്ടാണ് കേട്ടോ, എൻജിൻ പാർട്ടാണത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഗ്രാനീനെ ഇവിടേക്ക് എങ്ങനെയാണ് വിളിച്ചു വരുത്തി നമുക്ക് അല്പം നേരത്തേക്ക് ലോക്കാക്കി വെക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇതല്ലേ, ഈ ശബ്ദം കേട്ടാൽ എന്തായാലും ഗൈസ് ഗ്രാനി വരും. അപ്പോൾ നമുക്ക് കാറിനകത്ത് ഒളിച്ചിരിക്കുക. എന്നിട്ട് ഗ്രാനി അതിനകത്തേക്ക് കയറി നമുക്ക് ഗ്രാനീനെ ലോക്കാക്കി നിർത്തട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അവിടെ മേലെ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കണം. ഇതല്ലേ, ഗ്രാനി വന്നിട്ടുണ്ട്. നേരെ പോയിട്ട് ഗ്രാനീനെ ലോക്കാക്കാൻ പോകണം. ഇതല്ലേ, ഗ്രാനീനെ ലോക്കാക്കി ഇതല്ലേ നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എൻജിൻ പാർട്ടൊന്ന് വെക്കാം കേട്ടോ. അല്ലേ, ഗൈസ് ഇത് വെക്കാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കി നോക്കാം. വെച്ചു കേട്ടോ ഗൈസ്. ഇതല്ലേ, നമ്മൾ എൻജിൻ പാർട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഇവിടെ കട്ടിംഗ് പ്ലെയർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുത്തിട്ട് വരാം. അതായിരിക്കും ഒന്നും കൂടി സിമ്പിള്. ആദ്യം വേഗം പോയി ഷോട്ട് ഗൺ പാർട്ട് എടുത്തിട്ട് വരാം. അല്ലേ, അതാ ഷോട്ട് ഗൺ പാർട്ട്. ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടോ നോക്കാം. അവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാം. അല്ലേ, നമുക്ക് നേരെ പോയി നോക്കാം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഗൈസ് ഇവിടെ വേറൊരു ഷോട്ട് ഗൺ പാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഷോട്ട് ഗൺ പാർട്ട് കിട്ടുട്ടോ. നമുക്കതൊന്ന് അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വരുന്ന ഇതിൻ്റെ മേത്തെ തട്ടേണ്ടി വരും. നമുക്കിതൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതല്ലേ, ഇവിടെ ഒരു പിക്ചറുണ്ട്. ഇതിനകത്ത് ഫ്രഞ്ചാണ് കേട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോട്ട് ഗൺ പാർട്ട് ജസ്റ്റ് മിസ് കേട്ടോ. ഗ്രാനി അവളപ്പോൾ പിടിക്കേണ്ടതാണ്. കാരണം ഗ്രാനിയുടെ 1 മിനിറ്റ് സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതല്ലേ, ഷോട്ട് ഗൺ പാർട്ട് അവിടെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ ഗ്രാനി അവൾ പിടിക്കേണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് മിസ്സിന് നമ്മൾ എസ്കേപ്പായി. കണ്ടില്ല ഗൈസ്, ഗ്രാനി നമ്മളെ തപ്പി നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഒന്നും കൂടി ഗ്രാനീനെ ലോക്കാക്കേണ്ടി വരും. നമുക്ക് ഒന്നും കൂടി ഗ്രാനി അമ്മച്ചീനെ ലോക്കാക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഷോട്ട് ഗണ്ണിൻ്റെ ബാക്കി ഭാഗം കൂടി എടുത്തിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഗ്രാനി അമ്മച്ചീനെ ലോക്കാക്കട്ടോ. അല്ലേ, നമുക്ക് നോക്കി നോക്കാം. ഗ്രാനി അമ്മച്ചീനെ ലോക്കാക്കുന്ന അല്ല, നേരത്തെ ലോക്കാക്കിയതായിരുന്നു. ഓഫാക്കി. അല്ലേ, ഈ ശബ്ദം കേട്ട് ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഗ്രാനി അമ്മച്ചീനെ ലോക്കാക്കാം. ഗ്രാനി എന്തായാലും വരണ്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം. അതോ നമ്മൾ നേരത്തെ ലോക്കാക്കിയത് കൊണ്ട് ഗ്രാനി പേടിച്ചോന്നറിയില്ല. ഇല്ല ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രാനിനെ ഒന്നും കൂടി ലോക്കാക്കി കൊടുക്കാം. ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഷോട്ട് ഗണ്ണിൻ്റെ ഇനി ഒരു പാർട്ട് നമ്മൾ മേലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് വന്നാൽ നമുക്ക് ഒരു പാർട്ടും കൂടി കൊണ്ടുള്ളൂ. ഷോട്ട് ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രാനിനെ തീർക്കാം. പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഗൈസ്, അത് എവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു? ഇവിടെ ഇല്ലേ? അതെ ഗൈസ്, എന്താ ഇവിടെ ഇരിപ്പുണ്ട്. അല്ലേ, ഇവിടെ ഇരിപ്പുണ്ട്. അല്ലേ ഗൈസ്, ഗ്രാനി 1 മിനിറ്റത്തേക്ക് വരില്ല. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഇവിടെ എല്ലാവരും ഒന്ന് നോക്കാം. ഇത് ഇതുവഴി ഡ്രോപ്പ് ചെയ്ത് അങ്ങോട്ട് കൂട്ടോ.
അപ്പോൾ ഇത് അവിടെ പോയി കിടക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. ബെസ്റ്റാ നമ്മൾ ഗ്രാനിയിൽ ലോക്കാക്കിയതുകൊണ്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇനി നമ്മൾ എവിടെയാണ് ഗൈസ് നോക്കാത്തത്? നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആ അടുക്കള നോക്കിയതാണ്. അപ്പോൾ മേലെ തന്നെ ആയിരിക്കും ഗൈസ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് മേലേക്ക് നോക്കി നോക്കാം. ഇവിടെ പിക്ചർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ എടുക്കാം. ഇവിടെ ബുക്ക് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് എന്താണല്ലോ നോക്കട്ടെ. ഇതിനകത്തൊന്നുമില്ല, അത് കണ്ടില്ല. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അമർത്തി കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, ടെഡി ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ടെഡി ഉണ്ട്. ഗൈസ് ഗ്രാനി അമ്മച്ചി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക ഗൈസ്, ഗ്രാനിക്ക് കുഞ്ഞ് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സേഫാണ്. ടെഡി എവിടെ വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കണം കേട്ടോ. അതൊന്ന് നോക്കണം എവിടെ വെക്കേണ്ടതെന്ന്. അത് നമുക്ക് നോക്കി നോക്കാം. അല്ലേ ഗ്രാനി പോയിട്ടുണ്ട്. പിന്നെ അത് ആ കാണുന്ന സ്ഥലം കണ്ടില്ല, അവിടെ വെപ്പൺ കീ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് വെപ്പൺ കിട്ടും ഗ്രാനീനെ ഒതുക്കാൻ. ഗ്രാനി പോയിട്ടുണ്ട്. ഇതിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് ആ ബുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഇത് കിട്ടിട്ടോ. അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാം നമുക്ക്. പിന്നെ ഗ്രാനി ഇവിടെ ഇല്ല. വേഗം പോയി ആ ബുക്ക് എടുക്കാം. നല്ല ബുക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഗ്രാനി വന്നാൽ നമ്മൾ തേഞ്ഞു കിട്ടോ. പിന്നെ വന്നാലും നമ്മൾ അങ്ങനെയൊന്നും പിടി കൊടുക്കില്ല അല്ലേ. നമുക്ക് ഇത് ഉണ്ടില്ല. അപ്പോൾ ഗ്രാനി ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിനകത്തേക്ക് വിളിക്കാം അല്ലേ. ഇവിടേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഗ്രാനി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിടാം. നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതൊന്ന് പോയി എടുത്തിട്ടില്ല. ഇവിടെ പിന്നെ ഹാൻഡിൽ എന്തോ വേണം കേട്ടോ കിണറിൻ്റെ അവിടെ അല്ലേ. ഗ്രാനിയെ വെച്ച് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പിടി കൊടുക്കില്ല. നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ടും കൂടി ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു പാർട്ട് നമ്മളവിടെ കൊണ്ടുവച്ചു. പിന്നെ ഒരു പാർട്ട് ഇതാ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ഒന്നും കൂടിയാണ് കേട്ടോ ആവശ്യമുള്ളൂ. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പേടിക്കണ്ട. ഗ്രാനിയെ വെച്ച് നമുക്ക് എടുത്തിട്ട് അലക്കാട്ടോ. നോക്കി നോക്കാം. ഇതുണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഗ്രാനിയെ ലോക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഗ്രാനിയെ വെച്ച് പണി തരും. അതുകൊണ്ട് നമുക്കൊന്നും കൂടി ഗ്രാനിയെ വെച്ച് ഇങ്ങനെ ലോക്കാക്കാം. അതായിരിക്കും ഗൈസ് നല്ലത് അല്ലേ. ഗ്രാനി വരണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ 2 തവണ ഗ്രാനീനെ ലോക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഗ്രാനി വന്നാൽ നമുക്ക് 3ാമത്തെ തവണയും കൂടി ഗ്രാനീനെ ലോക്കാക്കാം. ഗൈസ് ഗ്രാനീനെ കാണാനില്ല. ഗ്രാനി പേടിച്ചോന്നറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഇതല്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അകത്ത് കയറുന്നു. നമ്മൾ കാറിന് പുറത്തിറങ്ങുന്നു. ലോക്കാക്കുന്നു. ഇതും ലോക്ക് ചെയ്യുന്നു. നമ്മൾ ഓണാക്കി കൊടുക്കുന്നു. ഗ്രാനി അമ്മച്ച അവിടെ കിടക്കട്ടെ അല്ലേ. ഇവിടെയൊക്കെ ശരിയാക്കി. ഇനി ചെയിൻ കട്ടർ ഇത് ഉപയോഗിച്ച് നമുക്ക് അവിടെ കട്ട് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം അല്ലേ. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാള് അല്ലേ ഗൈസ്. നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടേക്ക് കട്ട് ചെയ്യാള് നമുക്ക് നോക്കി നോക്കാം. എന്താ ഇവിടെ ഏറ്റവും കട്ട് ചെയ്യാണ്ട് എന്നല്ലേ. ഇപ്പം ഇനി നമുക്ക് ഇവിടെ
നമ്പർ വേണം. അപ്പോൾ അതിനായിട്ട് അപ്പോൾ നമുക്കൊരു 2 ഹാമർ വേണം കേട്ടോ. ഹാമർ വേണം. പാഡ് ലോക്ക് കീയും അതുപോലെ മാസ്റ്റർ കീ ആവശ്യമുണ്ട്. പിന്നെ അവിടെ ഒരു കോഡ് നമുക്ക് 2 കോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയല്ല ഗൈസ്, നമുക്ക് ഇവിടെയാണ്. ഏത് ഡോർ വഴി എസ്കേപ്പ് ആവാൻ നോക്കാം. ഈ ബുക്ക് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. നമുക്ക് ബുക്ക് മേലെ കൊണ്ടുവയ്ക്കാം കേട്ടോ. ബുക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം. ബുക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കീ കിട്ടും നമുക്ക്. അപ്പം നമുക്ക് ഇനി ബാക്കി ഏതൊക്കെ ഗൈസ് ഗ്രാനി ജസ്റ്റ് മിസ് ഗൈസ്. പക്ഷെ നമ്മളെ പിടിക്കുന്ന തോന്നുന്നു. കണ്ടില്ലേ? പിടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നോക്കിയേക്കാം. എൻ്റെ ഡേ 2 ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ ഒരുപാടായി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി വീണ്ടും നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ പാർട്ട് 2 ആണ്. നമ്മൾ ഇനിയും പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതാണ്.